നമ്മുടെ ബാക്കുവില് വന്നിട്ട് 3ാമത്തെ ദിവസം കേട്ടോ. നമ്മൾ ഫസ്റ്റ് ദിവസം വന്നു, അന്ന് നമുക്ക് നൈറ്റാണ് എത്തിയത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് എങ്ങോട്ട് പോകാൻ പറ്റില്ല. 2ാമത്തെ ദിവസം നമ്മൾ ബാക്കു ഓൾഡ് സിറ്റി ടൂറാണ് നമ്മൾ ഇന്നലെ നടത്തിയത്. അതിനുശേഷം ഇന്നിപ്പോ നമ്മൾ ഇവിടെ നിന്ന് ഇനി റോഡ് ട്രിപ്പ് നമ്മുടെ ആരംഭിക്കാൻ പോകണം. ഇപ്പൊ ഈ ഓൾഡ് സിറ്റി ബാക്കുവിൽ നമ്മൾ നേരെ പോകുന്നത് ഗോബുസ്ഥാൻ പോകും. ഗോബുസ്ഥാനിൽ നേരെ ഷെക്കിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്നൊരു ഫുൾ ഡേ ഡ്രൈവ് ആയിരിക്കും. നമുക്ക് നല്ല നല്ല കാഴ്ചകളായിരിക്കും. അടിപൊളി സ്ഥലങ്ങളിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിന്റെ കാഴ്ചകൾ കാണാം. ഇപ്പൊ എന്റെ കാർ എടുത്ത ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞുതരാം. സാൻ ഫാമിലി സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാണാം അസർബൈജാനിലെ റോഡ് ട്രിപ്പിന്റെ കാഴ്ചകൾ. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ മുട്ടയും ബ്രെഡും ധാരാളുണ്ടാവും. ഒരു ദിവസം മുട്ട പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം മുട്ട ഓംലെറ്റ്. ഡിഫറൻസ് ഉള്ളത് വലിയ ഇതൊന്നുമില്ല. നമ്മൾ താമസിച്ച ഈ മിഡ് സിറ്റി ഹോട്ടല് ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുള്ളൂ. എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ലൊക്കേഷനുകളും അടുത്തടുത്താണ്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ഈസിയാണ് ഇവിടെ താമസിച്ചു കഴിഞ്ഞാൽ. അതുപോലെ ഈ ഒരു ഹോട്ടലിൽ സ്റ്റാഫ് നല്ല ഹെൽപ്ഫുൾ ആണ്. നമ്മള് മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നമുക്ക് ഇവിടെ അസർബൈജാനിൽ വന്നിട്ട് നമുക്കൊരു റെന്റേക്കാർ നമ്മളിപ്പോ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബുട്ട റെന്റേക്കാർ എന്ന് പറയുന്ന ഒരു ഏജൻസിയിൽ നിന്നാണ് നമ്മളിപ്പോ റെന്റേക്കാർ എടുക്കാൻ പോകുന്നത്. രാവിലെ നമ്മൾ 10 മണിക്ക് റെന്റേക്കാരുടെ ഡെലിവറി ചെയ്യാൻ പറഞ്ഞു. അവരിപ്പോ കാറും കൊണ്ട് വന്നിട്ടുണ്ട്. കാറിന്റെ എങ്ങനെയാണ് റെന്റ് എടുക്കുന്നത്, അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. ഇതാണ് ഈ ഒരു റെന്റേക്കാരുടെ. Your name? My name is Kanan. Kanan. My name is Shiju. What's the process for the rent-a-car? For rent-a-car, first they have a driving license. All driving license. 30 days. All driving license is acceptable. You need to have 2 years, 2 and more years of driving experience. That's all. You can check our website. You can choose your car. Then we will deliver to the airport. Additional payment. It's around 20 months. Like that. Yes. Okay. It depends on time. If at the midnight, that's your car. I already made the video. This is a 4-wheel drive, a 4x4. Yes. This button. Small numbers. It show kilometers. Show kilometers. Show miles. The small number in same Georgia. It's unlimited kilometer. Then what is the speed limit here? In city center, speed limit 60. Outside of Baku, 110 kilometers. You can see on board. Better to use Waze application. Waze, it will inform you about speed limits on the road. Anything happened on the road, I'll contact you only. Yes, you have my WhatsApp. നമ്മൾ വണ്ടി റെന്റിന് എടുത്ത് അപ്പൊ ഇനിയിപ്പോ അതിന്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇനി പോവാണ്. നമ്മൾ തൽക്കാലം റെന്റേക്കാരിൽ നമ്മള് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മള് ഇനിയിപ്പോ അടുത്തൊരു സ്ഥലത്തേക്ക് പോകണട്ടോ. ഇതാണ് നമ്മൾ താമസിച്ച ആ ഒരു മിഡ് സിറ്റി ഹോട്ടലിന്റെ ആ ഒരു ബിൽഡിംഗ്. ഇതാണ്. ഇനി അതിന്റെ അടുത്ത് തന്നെ വേറൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പൊ അത് അവിടേക്ക് ഒന്ന് പോകണം കേട്ടോ. ഇവിടെ പാർക്കിങ്ങിന്റെ നമ്പർ കണ്ടോ. അത് നോക്കിയിട്ട് നമുക്ക് പാർക്ക് ചെയ്യണം. നമ്മൾ താമസിക്കുന്ന അടുത്ത് തന്നെ ഫ്യൂനിക്കുലർ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. 1960 ആരംഭിച്ച അസർബൈജാനിലെ ഏക ഫ്യൂനിക്കുലർ സംവിധാനമാണ് ഇത്. നിരവധി നവീകരണങ്ങൾക്ക് ശേഷം 2012 നമ്മൾ ഈ കാണുന്ന ആധുനിക രൂപത്തിൽ ഈ ഫ്യൂനിക്കുലർ തുറന്നത്. അപ്പൊ നമ്മളങ്ങനെ ഫ്യൂനിക്കുലർ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മൾ താമസിക്കുന്ന ആ ഒരു മിഡ് സിറ്റി ഹോട്ടലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫ്യൂനിക്കുലർ. കാസ്പിയൻ കടൽ തീരത്തുള്ള നഫ്ത് ചില്ലാർ അവന്യൂവിൽ നിന്നും നഗരത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഹൈലൻഡ് പാർക്കുമായി ഇത് ബന്ധിപ്പിക്കുന്നു. ഏകദേശം 455 മീറ്റർ നീളമുള്ള ഈ യാത്ര 3-4 മിനിറ്റിൽ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയും. ഒരേ സമയം 28 പേർക്ക് വരെ യാത്ര ചെയ്യാവുന്ന 2 വലിയ കോച്ചുകളാണ് ഇതിനുള്ളത്. ഏകദേശം ഒരു മനാത്തിന് ഫ്ലെയിം ടവേഴ്സ്, ബാക്കു ബൊലവാർഡ്, കാസ്പിയൻ കടൽ എന്നിവയുടെ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിക്കാൻ കഴിയും. തിങ്കളാഴ്ച ഒഴികെ മറ്റു എല്ലാ ദിവസവും രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 8 വരെയുമാണ് ഇതിന്റെ സർവീസ് ലഭ്യമാകുന്നത്. ബാക്കുവിലെ ഹൈലൻഡ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന മാർട്ടേഴ്സ് മസ്ജിദ് അഥവാ തുർക്കിഷ് മോസ്ക് തുർക്കി സർക്കാരിന്റെ സഹായത്തോടെ 1996 നിർമ്മിച്ചതാണ്. മാർട്ടേഴ്സ് ലൈൻ സമീപത്തായിരുന്നതിനാൽ ഈ മസ്ജിദിന് വലിയ ചരിത്രപരവും ആത്മീയവുമായ ഒരു പ്രാധാന്യമുണ്ട്. ഓട്ടോമൻ ശൈലിയിലുള്ള മനോഹരമായ ഈ മസ്ജിദ് ബാക്കുവിന്റെ ഏറ്റവും ഉയർന്ന ഭാഗമായ ഹൈലൻഡ് പാർക്കിൽ നിന്ന് നഗരത്തിന്റെ മനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്ന പ്രധാന സ്ഥലമാണ്. ബാക്കുവിലെ ഹൈലൻഡ് പാർക്ക് ഒരു പ്രശസ്തമായ പൊതു ഉദ്യാനവും പ്രകൃതി വിനോദ കേന്ദ്രവുമാണ്. ഇവിടെ വരുന്നവർക്ക് പ്രകൃതി സൗന്ദര്യവും ഉദ്യാനങ്ങളും ചരിത്രപരമായ സ്മാരകങ്ങളും അനുഭവിക്കാവുന്ന ഒരു സ്ഥലമാണ്. വസന്തകാലത്തും ശീതകാലത്തുമാണ് കൂടുതൽ ആളുകൾ ഈ ഒരു പാർക്കിലേക്ക് എത്തുന്നത്.
കാലാവസ്ഥ നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു. വലിയ കാറ്റോ കാര്യങ്ങളോ അതൊന്നും ഇല്ല, അതുകൊണ്ട് നമുക്ക് സുഖമാണ്. ഒരു കാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഹീറോ ആയിരുന്ന കെഷറൽ ഹാസി അസ്ലനോവിന്റെ പ്രതിമയാണ് കേട്ടോ നമ്മൾ ഈ കാണുന്നത്. ഈ ഹൈലൻഡ് പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഷഹീദുകളുടെ സ്മാരകം എന്നറിയപ്പെടുന്ന മർട്ടേഴ്സ് ലൈനാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ നൽകിയ വീരന്മാരുടെ വിശ്രമ സ്ഥലമാണ് ഈ മർട്ടേഴ്സ് ലൈൻ. 1990കളിലെ ബ്ലാക്ക് ജനുവരി സംഭവത്തിൽ സോവിയറ്റ് യൂണിയൻ സൈനികർ വധിച്ച നിരപരാധികളെയും 1991-94 കാലത്തെ നഗാർണോ കരബാഗ് യുദ്ധത്തിൽ ജീവൻ നഷ്ടമായ സൈനികരെയും ഇവിടെ അടക്കം ചെയ്തിരിക്കുന്നു. 1990 ജനുവരി 19-20 ബാക്കുവിൽ നടന്ന ദാരുണമായ സംഭവങ്ങളെയാണ് ബ്ലാക്ക് ജനുവരി എന്ന് വിളിക്കുന്നത്. അന്നത്തെ കാലത്ത് അസർബൈജാനിൽ സ്വാതന്ത്ര്യത്തിനുള്ള പ്രക്ഷോഭങ്ങളും നഗാർണോ കരബാഗ് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ പ്രക്ഷോഭങ്ങളും ശക്തമായിരുന്നു. സോവിയറ്റ് ഭരണകൂടം ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ ചുവപ്പ് സൈന്യം എന്ന് പേരുകേട്ട റെഡ് ആർമിയെ ബാക്കുവിലേക്ക് അയച്ചു. ജനുവരി 19 രാത്രി മുതൽ 20 പുലർച്ചെ വരെ സൈന്യം നിരപരാധികളായ സാധാരണക്കാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വെടിവെച്ച് കൊന്നൊടുക്കി. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഏകദേശം 147 പേര് കൊല്ലപ്പെട്ടു. 800-ലധികം പേർക്ക് പരിക്ക് പറ്റി. നിരവധി പേർ അറസ്റ്റ് ചെയ്യപ്പെടുകയും വീടുകളും സ്വത്തുക്കളും നശിപ്പിക്കപ്പെടുകയും ചെയ്തു. ഈ സംഭവം അസർബൈജാൻ ജനതയുടെ സ്വാതന്ത്ര്യ സമരത്തിന് ടേണിംഗ് പോയിന്റായി മാറി. ബ്ലാക്ക് ജനുവരി സോവിയറ്റ് യൂണിയനിൽ നിന്നും അസർബൈജാൻ സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള വഴി തുറന്ന പ്രധാന സംഭവമായി കരുതപ്പെടുന്നു. കൊല്ലപ്പെട്ടവരെ ആദരിച്ച് പിന്നീട് ഷഹീദുകളുടെ സ്മാരകം അഥവാ മാർട്ടേഴ്സ് ലൈൻ ഹൈലൻഡ് പാർക്കിൽ സ്ഥാപിച്ചു. ഇന്നും ജനുവരി 20 അസർബൈജാനിൽ ദേശീയ ദുഃഖ ദിനമായി ആചരിക്കുന്നു. ബാക്കുവിലെ ഹൈലൻഡ് പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ടണൽ ഫ്ലെയിം സ്മാരകം 1990 ബ്ലാക്ക് ജനുവരി സംഭവത്തിലും നഗാർണോ കർബാഗ് യുദ്ധത്തിലും ജീവൻ നഷ്ടമായവരുടെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. ആയിരത്തി 1998 തുറന്ന ഈ സ്മാരകത്തിലെ നിത്യജ്വാല ആ വീരന്മാരുടെ ത്യാഗത്തെയും രാജ്യസ്നേഹത്തെയും പ്രതിനിധീകരിക്കുന്നു. ഈ ഹൈലൻഡ് പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ടവേഴ്സും അതുപോലെയുള്ള ബാക്കു സിറ്റിയുടെ ഒക്കെ നല്ല സൂപ്പർ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബാക്കു സിറ്റിയുടെ ഒരു 360 വ്യൂ ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കാസ്പിയൻ സീയും അതിനോട് ചേർന്ന് കിടക്കുന്ന ആ ഒരു ന്യൂ ബാക്കു സിറ്റിയുടെ ഒക്കെ കാഴ്ചകൾ ഭയങ്കര രസമാണ് കേട്ടോ. ഫ്ലെയിം ടവേഴ്സിന്റെ ലൈറ്റുകൾ തെളിഞ്ഞ് ആ ഒരു ഫ്ലെയിം നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു ലൊക്കേഷനാണ് ഹൈലൻഡ് പാർക്ക്. സന്ധ്യാസമയത്ത് നഗരം മുഴുവൻ ലൈറ്റുകൾ നിറഞ്ഞു തെളിയുമ്പോൾ ഈ പാർക്കിൽ നിന്നുള്ള കാഴ്ചകൾ അതിശയകരമാണ്. സൂപ്പർ ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇതേപോലെ ഇവിടേക്ക് നടന്നു വന്നതാണ്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ തലക്കോട് ക്യാപ്പ് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാറ്റ് ഭയങ്കര കാറ്റാണ്. ഹൈലൻഡ് പാർക്കിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിനിപ്പോ തിരിച്ച് പോവാണ് കേട്ടോ. ഇവിടുന്ന് നമ്മളിനി നേരെ തിരിച്ച് ഫ്യൂനിക്കുലറിൽ കയറി നമുക്ക് താഴേക്ക് പോകാം. എന്നിട്ട് നമ്മുടെ റോഡ് ട്രിപ്പ് നമുക്ക് തുടങ്ങാം കേട്ടോ. ഫ്യൂനിക്കുലർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമുക്ക് മേലേക്ക് പോകുമ്പോൾ കണ്ടതിനേക്കാളും നല്ല നല്ല കാഴ്ചകളാണ് നമുക്ക് താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. നമ്മൾ ഈ കാണുന്ന ഫ്യൂനിക്കുലർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം കേബിൾ റെയിൽവേ ആണ് കേട്ടോ. കുത്തനെയുള്ള സ്ഥലങ്ങളിൽ സുരക്ഷിതമായി മുകളിൽ നിന്ന് താഴേക്ക് യാത്ര ചെയ്യാനും അതേപോലെ താഴെ നിന്ന് മുകളിലേക്ക് യാത്ര ചെയ്യാനും പറ്റുന്ന നല്ലൊരു മാർഗമാണ് കേട്ടോ ഈ ഒരു ഫ്യൂനിക്കുലർ.
നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഫ്യൂനിക്കുലറിൽ പോകുന്ന ചെയ്ത്. നമുക്ക് ആ കൂടി 2 മന്നത്ത് മാത്രമേ നമുക്കൊരു ചിലവുള്ളൂ. സമയം ഏകദേശം ഉച്ചയാവാറായിട്ട്, അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ രീതിയിലൊരു സാൻഡ്വിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മുടെ യാത്ര തുടരാൻ വിചാരിച്ചിട്ട് അതിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. അസർബൈജാൻ ആൻഡ് ദുബായ്, which one is good? Dubai good? Azerbaijan good, no? Cristiano or Messi? Christian. Bye bye. Bye. Okay, bye. See you. Going home. ചെറിയൊരു ഷോപ്പാണ്. ഇവിടെ ചായ ഉണ്ട്, അതുപോലെ കൂൾ ഡ്രിങ്ക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂന്നര മഞ്ഞത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഷവർമ കിട്ടുന്നത്. ഭയങ്കര സൈസാണ് കേട്ടോ, നമുക്ക് ഇത്ര ലെങ്ത് ഉണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ റോഡ് ട്രിപ്പ് നമ്മൾ ആരംഭിക്കാൻ പോകണം കേട്ടോ. നേരെ നമ്മൾ പോകുന്നത് ഗോബുസ്ഥാനിലേക്കാണ്. ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് ട്രാവൽ ചെയ്യണം. അത് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ച കണ്ടിട്ട് നമുക്ക് നേരെ ഷെക്കിലേക്ക് പോകാം. ബാക്കു ഓൾഡ് സിറ്റിയുടെ ഏരിയ ഉണ്ടത് കാണുന്നത് ആ വലിയൊരു സ്കൂളാണ്. അത് നമ്മൾ നേരത്തെ കണ്ട കുറെ പിള്ളേരല്ലേ, അതൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ്. അപ്പൊ ആ ബ്രേക്ക് ടൈമിൽ വന്നിട്ട് പുറത്തെ കടയിൽ നിന്ന് വന്നിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. സിറ്റിക്കോടെ നമ്മുടെ റോഡ് ട്രിപ്പ് നമ്മൾ ആരംഭിച്ചേക്കാണ് കേട്ടോ. അപ്പൊ പോകണം നമ്മൾ ഗോബുസ്ഥാനിലേക്ക് പോണേ. അപ്പൊ പോയ ഹൈലൻഡ് പാർക്ക് ആ മേലെ കാണുന്ന ഇതാണ് കേട്ടോ. ഇവിടെ നമ്മള് റോഡ് നിയമങ്ങള് നല്ല രീതിയിൽ പാലിക്കണം. ക്യാമറയൊക്കെ ഉണ്ട്. സിറ്റിയില് 60 കിലോമീറ്റർ ആണ് സ്പീഡ്. ഡ്രൈവ് നല്ല സുഖമുള്ള ഡ്രൈവാണ് കേട്ടോ. നമ്മളിപ്പോൾ ദുബായിലൊക്കെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ നമുക്ക് സുഖമായിട്ട് തന്നെ ഈ ഒരു ബാക്കു സിറ്റിയിലെ ഈ റോഡിൽ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാം കേട്ടോ. റോഡ് നിയമങ്ങൾ പാലിച്ച് തന്നെ വണ്ടി ഓടിക്കുക. നമ്മൾ പെട്രോൾ അടിക്കാൻ വന്നേക്കാണ്ട്. ഇവിടെ നമുക്ക് 2 ടൈപ്പ് പെട്രോൾ ഉണ്ട്. 92 എന്ന് പറയുന്ന പെട്രോളും പിന്നെ പ്രീമിയം എന്ന് പറയുന്ന പെട്രോളും ഉണ്ട്. 43 മന്നത്തിനാണ് ഫുൾ ടാങ്ക് പഠിച്ചത്. ഇപ്പൊ 2 കട്ട മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഫുൾ ടാങ്ക് അടിച്ചിട്ടുണ്ട്. പ്രീമിയം 160 92 എന്ന് പറയുന്നത് 110 ഉള്ളൂ കേട്ടോ. ഇപ്പൊ നമ്മള് ഒരു 119 എന്ന് പറയുന്ന ഒരു ഹൈവേയിലേക്ക് കടന്നു. അപ്പൊ ഇതാണ് നമുക്ക് ഗോബുസ്ഥാനിലേക്ക് പോകുന്ന മെയിൻ റൂട്ട് വരുന്നത്. ഒരു മണ്ണ് മലകളാണ് നമുക്ക് മൊത്തം കാണാൻ പറ്റുക. നമ്മുടെ അവിടെയുള്ള പോലെയുള്ള മലകളല്ല, ഫുള്ള് മണ്ണ് പോലെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ തുടങ്ങി നമുക്ക് ഇനി 110 കിലോമീറ്റർ സ്പീഡാണ് കേട്ടോ വരുന്നത്. സിറ്റി ഏരിയ വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡ് അവർ കാണിക്കുന്നുണ്ട്. റെന്റ് കാർ എടുത്ത കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോ കുറെ അന്വേഷിച്ചു കേട്ടോ. പല ആൾക്കാരും നമ്മുടെ അടുത്ത് ഡെപ്പോസിറ്റ് ചോദിക്കുന്നുണ്ട്. 500 മന്നാത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, 300 മന്നാത്ത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരാണെങ്കിൽ 200 മന്നാത്ത് മാത്രമാണ് നമുക്ക് ഡെപ്പോസിറ്റ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. അതേപോലെ തന്നെ ഇവിടെ ഇൻഷുറൻസിന്റെ കാര്യം പറയുമ്പോൾ അതും കുറെ ഡിഫറൻസുകളുണ്ട് പല റെന്റ് കാർ കമ്പനികൾ തമ്മിൽ. നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് ആക്സിഡന്റ് ആവുകയാണെങ്കിൽ നമ്മൾ മാക്സിമം ഒരു $300 മാത്രം കൊടുത്താൽ മതി. ബാക്കി ഒക്കെ ഇൻഷുറൻസ് കവർ ആവും എന്ത് പറ്റി കഴിഞ്ഞാലും. പക്ഷെ മറ്റ് പല കമ്പനികളിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറയുന്നത്, ചില ആൾക്കാർ പറയുന്നത് $500 അതുപോലെ $700 ഒക്കെ നമ്മളിങ്ങനെ ഇൻഷുറൻസിന്റെ ഇതിന് നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ നമുക്കതൊരു വലിയൊരു എക്സ്പെൻസ് അല്ലേ. അപ്പൊ അത്രയ്ക്ക് റിസ്ക് കുറവുള്ള ഒരു റെന്റ് കാർ കമ്പനിയാണ് ഇത്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയൊരു വിഷയം വരുന്നില്ല. പിന്നെ നല്ലൊരു പ്രൈസ് ആണ്. 85 മന്നത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ 4 വീല് വണ്ടിയാണ്, അത്യാവശ്യം ലേറ്റസ്റ്റ് ആയിട്ടൊരു വണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആണ്, നല്ലൊരു റേറ്റ് ആണ് കേട്ടോ. നോർമൽ സെഡാൻ കാറൊക്കെ ആണെങ്കിൽ ഭയങ്കര ചീപ്പായിട്ട് 60 മന്നത്ത് 50 മന്നത്തിനൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ 4 ദിവസത്തേക്കാണ് ഈ ഒരു കാർ എടുത്തത്. കിലോമീറ്റർ ആണെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ ആണ്, നമുക്ക് എത്ര കിലോമീറ്റർ ആണ് നമുക്ക് ഓടിക്കാം. അസർബൈജാൻ റോഡ് ട്രിപ്പിന്റെ നല്ല അടിപൊളി കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും നല്ല നല്ല കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്തൊരു എപ്പിസോഡിൽ കാണാം കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സാൻഡ് ഫാമിലി സ്റ്റോറീസ്